ഇന്ന് നമ്മള് വുളുവിന്റെ സുന്നത്തുകളിൽ കഴുകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാൻ ബാക്കിയുള്ള സുന്നത്തുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തത് അത്തയാമുനു, വലതു ഭാഗത്തെ മുന്തിക്കുക എന്നതാണ്. വലതു ഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലതു ഭാഗത്തെ മുന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നിബിധങ്ങൾ നല്ല കാര്യങ്ങളിലെല്ലാം വലതിനെ മുന്തിക്കുന്നവരായിരുന്നു എന്ന് കാണാലോ. ഏതായാലും നോക്കാം. യുസന്നു തയാമുനു ഫിൽ യദൈനി വരിജിലൈൻ, കൈകാലുകളിൽ ഉളു എടുക്കുന്ന സമയത്ത് വലത്തേതിനെ മുന്തിക്കുക എന്നുള്ള സുന്നത്താണ്. കൈയും കാലുമാണല്ലോ വലത്തേതും ഇടത്തേതൊക്കെ ഉള്ളത്. അമ്മ വൈറുഹുമ, ബാക്കിയുള്ള അവയവങ്ങളിൽ ഫയുതഹറു ദഫ്അതൻ, ഘട്ടം ഘട്ടമായിട്ടാണ് ശുദ്ധീകരിക്കേണ്ടത്. അപ്പം വലത്തേത് എന്നുള്ള സംഗതിയല്ല, ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി അതിനെ അങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വലത്തേത് ഇടത്തേത് എന്നുള്ള ഒരു പാർട്ടീഷൻ സ്വീകരിക്കേണ്ടത് കയ്യിലും കാലിലുമാണ്. വലാക്കിൻ യുസന്നു തയാമുനു ലിനഹവി അഖ്തഅ ഫി ജമീഇൽ അഅളാ, അതേസമയം അഖ്തഅ പോലെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടവൻ, കൈയും കാലൊക്കെ മുറിക്കപ്പെട്ടവൻ, രോഗം കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമൊക്കെ ആയിട്ട് മുറിക്കപ്പെട്ടയാൾക്ക് മറ്റു മുഴുവൻ അവയവങ്ങളിലും വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. കാരണം അവർക്ക് ഉള്ളത് ഏതാണോ പിന്നെ അതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. അത് സുന്നത്ത. അത് സുന്നത്താവുന്നത് ഇൻ തവല്ല ബിനഫ്സിഹി, അവര് സ്വയം വുളു എടുക്കുമ്പോഴാട്ടോ. സ്വയം വുളു എടുക്കുമ്പോഴാണ് ഈ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത്. സ്വയം വുളു എടുക്കുമ്പോൾ കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയാമുന ഫീ തനഉലിഹി വ തറജ്ജുലിഹി വ തുഹൂരിഹി വ ഫീ ശഅനിഹി കുല്ലിഹി എന്ന നബിതങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നബിതങ്ങൾക്ക് തയാമുൻ ഇഷ്ടമായിരുന്നു. നമ്മൾ ഹദീസിന്റെ ഭാഗത്തും ഡിസ്കസ് ചെയ്തതാണ്, ചർച്ച നമ്മൾ നേരത്തെ ചെയ്തതാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. നബിതങ്ങൾ തയാമുൻ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഫി തനഉലിഹി, ചെരുപ്പ് ധരിക്കുമ്പോൾ, തറജുലിഹി, മുടി ചീകുമ്പോൾ, തുഹൂരിഹി, ശുദ്ധീകരണം നടത്തുമ്പോൾ, വഫി ശഅനിഹി കുല്ലിഹി, നബിതങ്ങളുടെ മുഴുവൻ നല്ല കാര്യങ്ങളിലും, എല്ലാ നല്ല കാര്യങ്ങളിലും പിന്നെ വലത്തേതിനെ മുന്തിക്കാൻ നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ഫൈസന്നു തയാമുനു സുന്നത്താണ്. ഫീകുല്ലിമാഹുവൻ മിൻ ബാബി തക്രീം, തക്രീമിന്റെ ഭാഗത്തുപെട്ട എല്ലാ സംഗതിയിലും നല്ലത് എന്ന് നമ്മളെ എണ്ണപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. ഉദാഹരണത്തിന് കത്തക്കലിയും, പിന്നെ നഖം വെട്ടുക, സുറുമ ഇടുക, അതുപോലെ തന്നെ അൽ അഖദി വൽ അത്വാ, ഒരു സാധനം ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങുക അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ലുബ്സി സൗബി, വസ്ത്രം ധരിക്കുക, ചെരുപ്പ് ധരിക്കുക, പല്ല് തേക്കുക, പല്ലിൽ കുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ്. അതേസമയം വയുസന്നു തയാസുറു ഫീ കുല്ലി മാ ഹുവ മിൻ ബാബിൽ ഇഹാനത്തി, മോശമായി നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഇടത്തേതിനെയാണ് മുന്തിക്കേണ്ടത്. അത് എടുത്ത ഭാഗം മോശമായതുകൊണ്ടല്ല, വലത്തേ ഭാഗത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതുപോലെ കല്ലിസ്തിൻജാഇ വൽ ഇംതിഖാത്തി, നമ്മൾ മൂത്രമൊഴിച്ചാൽ കഴുകുക, അതുപോലെ തന്നെ വൽ ഇംതിഖാത്ത്, മൂക്കിൽ നിന്ന് വേസ്റ്റുകൾ എടുക്കുക, അതുപോലെ തന്നെ ഖലഅ സൗബി വൻ നഅലി, വസ്ത്രവും ചെരുപ്പൊക്കെ അഴിച്ചു വെക്കുക, അതൊക്കെ ഇടത്തേതാണ് മുന്തിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുന്നത്തൽ ബദാഅത്തു ഫിൽ വജ്ഹി ബി അഅലാഹു, മുകൾ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. മുഖം കഴുകുമ്പം മുകളിൽ നിന്നും താഴേക്കാണ് വെള്ളം തുടങ്ങേണ്ടത്. അതേസമയം വഫിൽ യദി ബി അസ്വാബി അഹിമ, കൈയിലും കാലിലൊക്കെ ആണെങ്കിൽ വിരലുകളിൽ നിന്നും താഴേക്കാണ് തുടങ്ങേണ്ടത്. പൈപ്പിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ വേറെ ആൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്. വൈൻ സബ്ബ അലൈഹി ഗൈറുഹു എന്ന് പറഞ്ഞു, മറ്റാരെങ്കിലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ മുഖത്ത് നിന്നും മുകളിൽ നിന്ന് താഴേക്കും, വിരലുകളിൽ നിന്ന് മുട്ടുകാല് വരെ, അതുപോലെ തന്നെ തണ്ടം കാല്, ഞെരിയാണി വരെ, അങ്ങനെ. അതുപോലെ തന്നെ അടുത്തത് അഖ്ദുൽ മാഇ ഇലാ വജ്ഹിഹി ബി കഫൈഹി മഅൻ, വെള്ളം ഇലാ വജ്ഹിഹി, മുഖത്തേക്ക് നമ്മൾ കഴുകുമ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കഫിലും ഒരുമിച്ച് വെള്ളം എടുക്കുക. അപ്പൊ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ. ഓരോ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചല്ലേ കിട്ടുള്ളൂ. അപ്പം മുഖം പൂർണ്ണമായും കഴുകാൻ വേണ്ടി രണ്ട് കയ്യിലും ഒരുമിച്ച് വെള്ളം എടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ അടുത്തത് അസ്വബ്ബു അലാ റിജ്ലൈഹി ബിയമീനിഹി വദൽകുഹുമാ ബിയസാരിഹി, കാലുകളിലേക്ക് വെള്ളം ഒഴിക്കുമ്പം വലത്തേത് കൊണ്ട് ഒഴിക്കുകയും
ഇടത്തെ കൈ ഉപയോഗിച്ച് തേച്ച് കഴുകുകയുമാണ് വേണ്ടത്. അതാണ് സുന്നത്ത്. വലത്തേത് കൊണ്ട് ഒഴിക്കുക, ഇടത്തേത് തേച്ച് നമ്മൾ പിന്നെ മൂത്രിച്ചാലും കാഷ്ടിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ വലത്തേത് കൊണ്ട് വെള്ളം ഒഴിക്കുന്നു, ഇടത്തെ കൈ കൊണ്ട് വൃത്തിയാക്കുന്നു. അതേപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ കോരിയെടുക്കുന്നതാണെങ്കിൽ നമ്മളുടെ വലതുഭാഗത്തേക്ക് ആക്കുകയും അതേസമയം അല്ലാത്തതാണെങ്കിൽ നമ്മളുടെ ഇടതുഭാഗത്തേക്ക് ആക്കുകയും ചെയ്യലാണ് സുന്നത്ത്. ഇപ്പൊ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ ഉളു എടുക്കുകയാണെങ്കിൽ പൈപ്പ് നമ്മളുടെ ഇടതുഭാഗത്താക്കുക. അതേസമയം ഹൗദിൽ നിന്നൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബക്കറ്റിൽ നിന്നോ അങ്ങനെയൊക്കെ കോരിയെടുത്താണ് ഉളു എടുക്കുന്നതെങ്കിൽ അത് നമ്മളുടെ വലത്തെ ഭാഗത്താക്കുക. അങ്ങനെയാണ് സുന്നത്ത്. അവസാനമായി തഅഹുദുമാ യുഖാഫു ഇഗ്ഫാലുഹു കമൂഖിൻ വലിഹാലിൻ ഫയതഅഹദുഹുമാ ബിശിഖി സബ്ബാബത്തിഹി വകഅഖബിൻ വമൗളിഇ ഖാതമിൻ. നമ്മൾ അശ്രദ്ധ കാരണം വെള്ളം എത്താൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് കഴുകൽ സുന്നത്താണ്. ഉദാഹരണത്തിന് മൂക്കെന്ന് വെച്ചാൽ കണ്ണിന്റെ പീള കെട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, പീളക്കുഴി. ലിഹാദ് പറഞ്ഞ വാൽക്കണ്ണ്, കണ്ണിന്റെ അവസാനം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ച് കഴുകണം. ഫയതഅഹദുഹുമാ ബിശിഖി സബ്ബാബത്തിഹി, നമ്മളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് അതിന്റെ സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കഴുകേണ്ടത്. അതുപോലെ തന്നെ വകഅഖബിൻ വമൗളിഇ ഖാതമിൻ, ഈ മോതിരം ഇടുന്ന സ്ഥലം, നെരിയാണി, മടമ്പ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ കൃത്യമായി കഴുകൽ സുന്നത്താണ്.